ക്രിസ്തുയേശുവിലേവർക്കും സ്നേഹവന്ദനം. 1 യോഹന്നാൻ 3:18 ഇങ്ങനെ വായിക്കുന്നു: കുഞ്ഞുങ്ങളെ, നാം വാക്കിനാലും നാവിനാലുമല്ല, പ്രവൃത്തിയിലും സത്യത്തിലും തന്നെ സ്നേഹിക്കുക. ഈ അധ്യായം ആരംഭിക്കുന്നത് തന്നെ കാണുവിൻ നാം ദൈവമക്കളെന്ന് വിളിക്കപ്പെടുവാൻ പിതാവ് നമുക്ക് എത്ര വലിയ സ്നേഹം നൽകിയിരിക്കുന്നു എന്ന വാക്യത്തോടെയാണ്. ദൈവത്തിന് നമ്മോടുള്ള അചഞ്ചലമായ സ്നേഹം താൻ പ്രദർശിപ്പിച്ചത് തൻ്റെ പുത്രനായ യേശുക്രിസ്തുവിനെ നമ്മുടെ പാപങ്ങൾക്ക് പരിഹാരമായ ക്രൂശ് മരണത്തിനായി ഏൽപ്പിച്ചു കൊടുത്തത് മൂലമാണ്. യേശുക്രിസ്തു നമുക്ക് വേണ്ടി തൻ്റെ പ്രാണനെ വച്ചു കൊടുത്തതിനാൽ നാം സ്നേഹമെന്തെന്ന് അറിഞ്ഞിരിക്കുന്നു. നാമും സഹോദരന്മാർക്ക് വേണ്ടി പ്രാണനെ വെച്ചു കൊടുക്കേണ്ടതാകുന്നു. അന്യോന്യം സ്നേഹിക്കണമെന്ന കൽപ്പന യേശു നമുക്ക് നൽകിയിരിക്കുന്നു. എന്നാൽ മറ്റുള്ളവരോടുള്ള നമ്മുടെ സ്നേഹം കേവലം വാക്കിനാലും നാവിനാലുമല്ല, പിന്നെയോ പ്രവൃത്തിയിലും സത്യത്തിലും തന്നെ സ്നേഹിക്കേണ്ടിയിരിക്കുന്നു. ആവശ്യത്തിലിരിക്കുന്നവരോട് കരുണ കാണിക്കുന്ന സ്നേഹമാണ് ദാനധർമ്മം. സ്നേഹം ദാനധർമ്മത്തിലൂടെ പ്രദർശിപ്പിക്കുമ്പോൾ ദൈവം അതിന് പ്രതിഫലം നൽകുന്നു. സദൃശ്യവാക്യങ്ങൾ 19:17 എളിയവനോട് കൃപ കാട്ടുന്നവൻ യഹോവയ്ക്ക് വായ്പ കൊടുക്കുന്നു, അവൻ ചെയ്ത നന്മയ്ക്ക് അവൻ പകരം കൊടുക്കുമെന്ന് എഴുതിയിരിക്കുന്നു. പ്രവൃത്തിയിൽ സ്നേഹം വെളിപ്പെടുമ്പോൾ ദൈവത്തിൻ്റെ അനുഗ്രഹത്തിൻ്റെ വാതിൽ നമുക്കായി തുറക്കപ്പെടുന്നു. ലൂക്കോസ് സുവിശേഷം 6:38 കൊടുക്കുവിൻ എന്നാൽ നിങ്ങൾക്ക് കിട്ടും, അമർത്തി കുലുക്കി കവിയുന്നൊരു നല്ല അളവ് നിങ്ങളുടെ മടിയിൽ തരും, നിങ്ങൾ അളക്കുന്ന അളവിനാൽ നിങ്ങൾക്കും അളന്ന് കിട്ടുമെന്ന് യേശു പറയുന്നു. ഔദാര്യമുള്ളവരും ദാനശീലരുമായ വ്യക്തികൾ സ്വർഗത്തിൽ നിക്ഷേപം സ്വരൂപിക്കുന്നു. മറ്റുള്ളവരെ സ്നേഹിക്കുകയും സഹായിക്കുകയും ചെയ്യുന്നവന് സന്തോഷം ലഭിക്കും. സ്നേഹം മറ്റുള്ളവർക്ക് സഹായകരമായ നിലവാരത്തിൽ പ്രവൃത്തിയിലേക്ക് വരുമ്പോൾ നാം ദൈവസ്നേഹം പ്രകടമാക്കുന്നു. കരുണയുള്ള ഹൃദയത്തെ ദൈവം മാനിക്കുന്നു എന്ന് മാത്രമല്ല, ഭൗതികമായി നമുക്ക് വേണ്ടിയുള്ള ദൈവിക കരുതലിനും ദൈവിക സമാധാനത്തിനും അത് ഇടയാക്കുന്നു. സത്യത്തിൽ സ്നേഹിക്കുക എന്നുള്ളത് യഥാർത്ഥമായ സത്യസന്ധമായ ഹൃദയത്തോടു കൂടിയതും തിരികെ പകരമായി ഒന്നും പ്രതീക്ഷിക്കാത്ത സ്നേഹമാണ്. വേദപുസ്തകം വിഭാവന ചെയ്യുന്ന പ്രവൃത്തിയിലും സത്യത്തിലുമുള്ള സ്നേഹത്തിനായി നമുക്ക് കർത്താവിനോട് പ്രാർത്ഥിക്കാം.